ഒരു പാവയ്ക്ക എടുത്ത് നല്ലപോലെ ക്ലീനാക്കി കണ്ടില്ലേ, ഇങ്ങനെ നാലാക്കി വരഞ്ഞ് കട്ടിംഗ് ബോർഡിൽ വെച്ച് സ്പീഡ് നമുക്ക് അരിഞ്ഞെടുക്കാവേ. എന്നിട്ട് ഈ അരിഞ്ഞ പാവയ്ക്ക ഒരു ബൗളിലോട്ടിട്ടിട്ട് അതിലോട്ട് 1.5 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ഇച്ചിരി കരിവേപ്പില, ഈ തവിക്ക് ഞാനൊരു 3 തവി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പാവയ്ക്ക തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി തേങ്ങയും സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകിട്ട് അത് പൊട്ടിയപ്പോഴത്തേക്കും ഈ പാവയ്ക്ക ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി അവിടെ അടച്ച് വെച്ചാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാക്സിമം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയേ. നല്ല സൂപ്പർ ടേസ്റ്റി ഈസി പാവയ്ക്ക തോരൻ റെഡി.